الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد كانت لكم أسوة حسنة في إبراهيم والذين معه صدق الله مولانا العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കോ ബാപ്പാ തൗഫീഖുടയോനോ ഡടുക്കോ ബാപ്പാ തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കോ ബാപ്പാ തൗഫീഖുടയോനോ ഡടുക്കോ ബാപ്പാ ഉടനെ കഴുത്തന്റെ ദറുക്കോ ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്കോ ബാപ്പാ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടി കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മാനവ ചരിത്രത്തിലെ അനുപമവും അതിമഹത്വരവുമായ ഒരു ബലിസന്നദ്ധതയുടെ ത്യാഗോജ്വല സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും ആദ്യമായി ബലിപെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅ്മാൽ. ബലിപെരുന്നാൾ എന്ന് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് അമലുകളാണുള്ളത്. ഒന്ന് പെരുന്നാൾ നമസ്കാരവും മറ്റൊന്ന് മൃഗബലിയുമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉയരുന്ന ഈ ദിവസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കാതെ ഈ ദിവസം മുന്നോട്ട് പോയാൽ അത് പരിപൂർണമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയപ്പെട്ടതിനെ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കണമെന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത മാതൃക, ആ മാതൃക ജീവിതത്തിൽ മാതൃകയാക്കണമെന്നും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. സത്യസന്ധനായ മനസ്കരായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക നിങ്ങൾ പിന്തുടരുക. നാം ഏതൊരു അമലെടുത്ത് പരിശോധിച്ചാലും, നമസ്കാരമാകട്ടെ, അല്ലാത്ത നമസ്കാരമല്ലാത്ത മയ്യിത്ത് നമസ്കാരമാകട്ടെ, ഈ നമസ്കാരങ്ങളിലെല്ലാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കാത്ത ഒരു നമസ്കാരവുമില്ല.
പെരുന്നാൾ നമസ്കാരത്തിലും പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള മുഴുവൻ അമലുകളിലും ഹജ്ജിന്റെ എല്ലാ അമലുകളിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെയും സ്മരിക്കാതെ അവരെ ഓർക്കാതെ ഒരു അമല് പോലും ഇല്ല എന്ന് തന്നെ പറയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിത മാതൃക അത് നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിത മാതൃകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക, നാം ജീവിതത്തിൽ പകർത്തേണ്ട മാതൃക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമ്പൂർണമായ സമർപ്പണമായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ജനിച്ച നാടിനെയും വീടിനെയും കുടുംബക്കാരെയും ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശം വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്ന് സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും പലായനം ചെയ്യുകയാണ്. അങ്ങനെ രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ നിർദ്ദേശം തന്റെ സഹധർമ്മിണിയെയും തനിക്ക് പ്രായമെത്തിയപ്പോൾ ഉണ്ടായ തന്റെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും വിജനമായ ഒരു ആൾ താമസം പോലും ഇല്ലാത്ത വിജനമായ ആ അറേബ്യൻ മരുഭൂമിയിൽ കഅബയുടെ ചാരെ മക്കത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന അതേപടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അനുസരിക്കുകയാണ്. തന്റെ ഭാര്യയും മകനെയും അതാ മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് തിരിച്ചു മടങ്ങിപ്പോരുകയാണ്. മൂന്നാമത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമർപ്പണം അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയതായ മകൻ, ആ മകൻ വളർന്നു വന്നപ്പോൾ ആ മകന്റെ കഴുത്തിൽ കത്തി വയ്ക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം വന്നപ്പോൾ ആ ഒരു വിമ്മിഷ്ടവും കാണിക്കാതെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടി തയ്യാറായ സമർപ്പണം, ഈ സമർപ്പണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്നും നാം മാതൃകയാക്കേണ്ട സർവ്വതും. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ, അള്ളാഹുവിന്റെ ആ കൽപ്പനകൾക്ക് മുന്നിൽ സകലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന് പരിപൂർണമായും കീഴൊതുങ്ങിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ. സത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പല കൽപ്പനകളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൂർത്തിയാക്കി. ആ പരീക്ഷണങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിജയിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് മുന്നേറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സമുന്നതമായ പദവിയിലേക്ക് അല്ലാഹു തആല ഉയർത്തുകയാണ്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അല്ലയോ ഇബ്രാഹിം നബിയെ അങ്ങേ ജനങ്ങളുടെ നേതാവാക്കിയിരിക്കുകയാണ്, അങ്ങേ ജനങ്ങളുടെ ഇമാമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയിലേക്ക് ഉയരുക, സർവ്വതും റബ്ബിന് വേണ്ടി സമർപ്പിക്കുക, ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക. ഈ മാതൃകയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ സമർപ്പണത്തിന്റെ ഭാഗമാണ് നാം നിർവഹിക്കപ്പെടുന്നതായ ഉദ്ഹിയ്യത്ത്. നാം ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ മൃഗത്തെ ബലിയറുക്കലും മാംസവിതരണം ചെയ്യലുമല്ല, അള്ളാഹുവിന്റെ പൊരുത്തം നേടിത്തരുന്നത് പരിപൂർണമായ സമർപ്പണമാണ്, ഹൃദയത്തിന്റെ തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ. അല്ലാഹു നിങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നത് അതിന്റെ രക്തമോ മാംസമോ അല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ഹൃദയ വിശുദ്ധിയോടെ തഖ്വയോടെ ആയിരിക്കണം ഉദ്ഹിയ്യത്ത് കർമ്മം നാം നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാം സമർപ്പിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് ജീവിതത്തിൽ ഉടനീളം പിന്തുടരുന്ന ആ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.